ചെയ്തിട്ടുള്ള പൈസയും അതൊക്കെ ബ്ലാക്ക് മണിയാണോ? വേറെ നാടുകളിലുള്ള ബ്ലാക്ക് മണി, അത് ട്രസ്റ്റുകളിൽ വഴി, സൊസൈറ്റികളിൽ വഴി, അവരുടെ FCRA വഴി വെളുപ്പിക്കാനായിട്ട് ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നു. കാരണം വേറെ റൂട്ടൊക്കെ പൂട്ടിയില്ലേ. ഇപ്പോൾ ആത്തിഫ് ഹുസൈൻ മാതിരിയുള്ള കറപ്റ്റ് MLA ഒന്നുമില്ല ഈ ബ്ലാക്ക് മണിയെ വെളുപ്പിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇനി ട്രസ്റ്റ് വഴിയും സൊസൈറ്റി വഴിയാണ് ഇത് നോക്കുന്നത്. എനിക്ക് ഒരു ചെറിയ ട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇപ്പോൾ പൂട്ടിപ്പോയി. ഷാലോം മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ട്രസ്റ്റ് അല്ല, ഞാൻ അതിൽ ട്രസ്റ്റ് ആയിരുന്നു. എന്നോട് ഒരു കക്ഷി വന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്താണെന്നറിയോ, കുറേ പൈസയുണ്ട്, അത് നിങ്ങളുടെ ട്രസ്റ്റിൽ കൂടെ ഒന്ന് കടത്തി വിട്ടാൽ മതി, ഞങ്ങളുടെ പൈസയാണ്, ഞങ്ങളത് തിരിച്ചെടുത്തോളാം, നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ തരാം. മനസ്സിലാവുന്നുണ്ടോ? 200 കോടി രൂപ അവരെനിക്ക് തന്നാൽ ഈ 200 കോടി രൂപ എൻ്റെ ട്രസ്റ്റിൽ കൂടെ അവർ വെളുപ്പിച്ചിട്ട്, അതിന് FCRA വേണം, വെളുപ്പിച്ചിട്ട് ആ ഫോറിൻ കറൻസി വെളുപ്പിച്ചിട്ട് അവർ ആ 198 കോടി കൊണ്ടുപോകും. 2 കോടി എൻ്റെ ട്രസ്റ്റിന് തരും. എനിക്ക് 2 കോടി വെറുതെ കിട്ടല്ലേ? ഇങ്ങനെ ട്രസ്റ്റ് ബിസിനസ്, സൊസൈറ്റി ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൽ. എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞങ്ങളെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി, ലിറ്ററേച്ചർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി, ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് FCRA ഇല്ല, ഞങ്ങൾ FCRAക്ക് അപ്ലൈ വരെ ചെയ്തില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇനി. അപ്പോൾ ഈ FCRA നിയമം സ്ട്രോങ് ആക്കിയത് എന്തിനാണ്? ഇതുപോലെയുള്ള കള്ളപ്പണം വരും. ഈ 198 കോടി എന്ന് പറയുന്ന പോലെ എത്രയോ കോടി രൂപ ആ കള്ളപ്പണം ഡ്രഗിൽ നിന്നോ അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഗൾഫിൽ ടാക്സ് കൊടുക്കാത്തയോ ഒക്കെ ആയിട്ടുള്ള പൈസ ആയിരിക്കും അത്. ആ പൈസ ഇതിലൂടെ വെളുപ്പിച്ചെടുത്ത ശേഷം പിന്നെ അത് ആരാ ഉപയോഗിക്കുന്നത്? നമ്മളെ പുരോഹിതനറിയോ? ഏയ് ഉറങ്ങിപ്പോയോ പുരോഹിത? നമ്മളെ പെന്തക്കോസ്ത് പാസ്റ്ററിനറിയോ? ഇല്ലല്ലോ. 2 കോടി കൊണ്ട് നമുക്കൊരു വലിയ ബിൽഡിംഗ് പണിതിട്ട് നമുക്ക് ആരാധന നടത്താൻ ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാവും. പക്ഷേ ആ 198 കോടി നിങ്ങളുടെ ട്രസ്റ്റിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടി നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. നിങ്ങളുടെ FCRA അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. കാരണം അത് രാഷ്ട്രത്തിനെതിരെയാണ്, തീവ്രവാദത്തിന് അനുകൂലമാണ്, അത് രാഷ്ട്രവിരോധമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ല. ആ പൈസ എന്ന് പറയുന്നത് പിന്നെ എന്തിനു വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ, എവിടെ നിന്ന് വന്നു എന്ന് അറിഞ്ഞൂടാ, എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് അറിഞ്ഞൂടാ. അങ്ങനത്തെ സോഴ്സ് കാണിക്കാൻ പറ്റാത്ത പൈസകൾ കുറേ ഭാരതത്തിലേക്ക് വരുന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കിരൺ റിജിജു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളോട് വളരെ അടുപ്പം കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ ഈ നിയമം ഭേദഗതി വരുത്തില്ല എന്ന് അയാൾ പറയുമ്പോൾ അയാൾ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടും ചിന്തിച്ചിട്ടുമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ എടുത്ത് ചാടിയിട്ട് ഈ നിയമം സഭകൾക്കെതിരെയാണ്, സഭകളുടെ എല്ലാ സാധനങ്ങളും പിടിച്ചടക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾക്കെല്ലാം പിടിച്ചടക്കാം. 80% ആളുകൾ ഇവിടുത്തെ ഹിന്ദുക്കളാണ്. ഒരൊറ്റ സുപ്രഭാതത്തിൽ എല്ലാ ഹിന്ദുക്കളും വന്നിട്ട് മുസ്ലിങ്ങളുടെയും നമ്മുടെ ക്രിസ്ത്യാനികളുടെയും എല്ലാ സ്ഥാപനങ്ങളും ഗവൺമെൻറ് ഒരു അധികാരം ഇല്ലാതെ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ പിടിച്ചെടുക്കാൻ പറ്റുമോ? പിടിച്ചടക്കാൻ ഈസി ആയിട്ട്. അത് അവർ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ അഭിപ്രായത്തിനും ആരാധനയ്ക്കും ഒക്കെ സ്വാതന്ത്ര്യമുള്ളൊരു നാട്, നരേന്ദ്രമോദി വരെ പോയി ബൈബിൾ മേടിക്കുന്ന ഒരു നാട്, അങ്ങനെയുള്ളൊരു നാട്ടിൽ നല്ലൊരു അധികാരിയെ ലഭിച്ചിട്ട് ജീവിക്കുന്ന നമ്മൾ ഒരു FCRA റെഗുലേഷൻ കുറച്ച് സ്ട്രോങ് ആക്കിയപ്പോഴത്തേക്കും നമ്മൾ അതിനെതിരെ പറയണം. ഇത് തീവ്രവാദത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന പണം അത് സഭയിലേക്ക് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നും മിണ്ടരുത്. തീവ്രവാദത്തിലേക്ക് പോകുന്ന ആ പണം, അതിൻ്റെ ഒഴുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം വാസ്തവത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ചില പൊട്ടന്മാരുണ്ട്, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്ന പണം. ഈ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ കൺവേർഷൻ ഒന്നുമല്ല, പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക് കൺവേർഷനാണ്. എന്താണെങ്കിലും കൺവേർഷന് വേണ്ടി അതിൻ്റെ പണം ഉപയോഗിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വ്യാഖ്യാനം ചില ആളുകൾ ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്. അതൊന്നും ശരിയായ വ്യാഖ്യാനമല്ല. ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് തീവ്രവാദത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടാൻ പോകുന്ന പണം ഇങ്ങനെയുള്ള സൊസൈറ്റികളിൽ കൂടെയും ട്രസ്റ്റുകളിൽ കൂടെയും FCRA ലഭിച്ചിട്ടുള്ള ആളുകൾ അത് തെറ്റായ രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ എത്തുന്നുണ്ടെന്ന് ഗവൺമെൻറ്റിന് അറിയാം. അത് ആ ചാനലും കൂടെ പൂട്ടാനാണ്, ബ്ലാക്ക് മണിക്കുള്ള ആ ചാനലും കൂടെ പൂട്ടാനാണ് അവരത് ചെയ്യുന്നത്. 2 നേരം ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി എന്നാണ് പൗലോസ് പറഞ്ഞത്. ഈ വലിയ വലിയ കാറുകളിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും, വലിയ വലിയ പ്ലെയിനുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയില്ലെങ്കിലും, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാസ്തവത്തിലുള്ളൊരു ശുശ്രൂഷകനാണ് നിങ്ങളെങ്കിൽ
ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനും ദൈവത്തെ ശുശ്രൂഷിക്കാനും വേണ്ടി വിനിയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള നമ്മൾ ഈ പറയുന്ന ഭൗതിക സാധനങ്ങളുമായിട്ട് ഇതുപോലെയുള്ള അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമ്മളെ നോക്കുന്ന ആത്മീയരായ ഹിന്ദുക്കളും ആത്മീയരായ മുസ്ലിങ്ങൾ വരെ ഒന്നും പറയുന്നില്ല ഇതിനെതിരെ. ആത്മീയരായ ഹിന്ദുക്കളും ആത്മീയരായ ബുദ്ധമതക്കാരും ആത്മീയരായ ജൈനമതക്കാരും എന്താണ് പറയുക? ഇവിടെ പരീശന്മാരും ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ് പൈസയായിട്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ? അവരുടെ മനസ്സിൽ ഇവനെ കൈസറുമായിട്ട് മുട്ടിച്ചിട്ട് ഹേരോദേസിനോടോ അല്ലെങ്കിൽ പുരോഹിതന്മാരായിരിക്കും സദൂക്യരോടോ മുട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. ഹേരോദേസിനോട് മുട്ടിച്ചിട്ട് ഹേരോദേസിൻ്റെ ആളുകളെ കൊണ്ട് കൊല്ലിക്കണമെന്നാണ്. അല്ല, ഇവൻ വാസ്തവത്തിൽ മെസ്സിയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹേരോദേസിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് കരം കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് സുഖിച്ച് ജീവിക്കാം. ടാക്സിൻ്റെ പൈസയൊക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് ജീവിക്കാം. അങ്ങനെയുള്ളൊരു സുഖജീവിതം ആഗ്രഹിക്കുന്ന ആ പരീശന്മാർ കർത്താവിന് കൊടുക്കാൻ വേണ്ടി ഈ ചോദ്യം ചോദിക്കുകയാണ്, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ? കർത്താവ് എന്താ പറഞ്ഞത്? ഇതിനകത്ത് ആരുടെ ചിത്രമാണ്? കൈസറുടെ ചിത്രം. നിങ്ങളുടെ ഹൃദയത്തിനകത്തും ഇപ്പോൾ ആ ചിത്രമാണ് ഇരിക്കുന്നത്. വാസ്തവത്തിൽ പറഞ്ഞാൽ ആ നോട്ടിലുള്ള ഗാന്ധിയാണ് നിങ്ങളുടെ മനസ്സിനകത്ത് ഇരിക്കുന്നത്. അത് നമ്മളെ മഹാത്മാഗാന്ധി അല്ല കേട്ടോ, ദ്രവ്യാഗ്രഹത്തിൻ്റെ ഗാന്ധി. അങ്ങനെ ഒരു ഗാന്ധി ഉണ്ട്, ഇന്നിവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഗാന്ധി സ്പിരിറ്റ്, ദ്രവ്യാഗ്രഹത്തിൻ്റെ ഗാന്ധി. ആ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പൈതലെ അതിൽ നിന്ന് നമ്മൾ വളരെയധികം അകന്നിരിക്കണം. എന്നെ ചോദ്യം ചെയ്യാനായിട്ട്, എൻ്റെ ഉള്ളിലുള്ള ദ്രവ്യാഗ്രഹം നോക്കാനായിട്ട്, എന്നെ പരിശോധിക്കാനായിട്ട് നിങ്ങൾ പലരെ അറിയിക്കുകയും നിങ്ങൾ വരികയും നിങ്ങളിങ്ങനെ എന്താ പറയുക തൂജയമാരിയുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വരും എന്നൊക്കെ എനിക്കറിയാം. എനിക്കതിനൊന്നും പ്രശ്നമില്ല. ഞാൻ എൻ്റെ ഒക്കെ ദൈവത്തിന് കൊടുത്ത ആളാണ്. ദൈവം എന്താ ദൈവത്തിൻ്റെ ഇഷ്ടം വെച്ചാൽ നടക്കട്ടെ. പക്ഷേ ഞാൻ സത്യമായിട്ട് പറയാം, ദൈവരാജ്യം നമ്മളെ ഇടയിലുണ്ടെങ്കിൽ സ്നേഹം, സത്യം, അഹിംസ ഇതാണ് നമ്മുടെ മാതൃകയെങ്കിൽ ഇതുപോലുള്ള നല്ല നിയമങ്ങളെ നമ്മൾ എതിർക്കാൻ പാടില്ല. നമ്മൾ അതിനോട് കൂടെ, നമ്മുടെ ഭാരതത്തിലെ ഗവൺമെൻറ്റിനോട് കൂടെ നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അവസ്ഥയിൽ, ക്രിസ്തീയ വിശ്വാസികൾ പ്രത്യേകിച്ച്. കാരണം നമുക്ക് തീവ്രവാദം ഇല്ലാത്തവരാണ് നമ്മൾ. ഈ തീവ്രവാദികൾ കാരണം ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കുന്നത് ക്രിസ്തീയ വിശ്വാസികളാണ്. നമ്മൾ തിരിച്ച് ഉപദ്രവിക്കാത്തവരാണ്. അതുകൊണ്ട് നമ്മുടെ നീതി ദൈവത്തിൻ്റെ പക്ഷത്തുണ്ട് നമുക്കറിയാം. ആരെങ്കിലും ഈ നിയമത്തെ അനീതിയോടെ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് ശബ്ദിക്കാം. ഏതെങ്കിലും വലിയൊരു പള്ളിയെ അതിൻ്റെ പൈസ ഈ FCRA മുഖാന്തരമാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടും അതിൻ്റെ സോഴ്സൊക്കെ കാണിച്ചിട്ടും ആ വ്യക്തിയുടെ FCRA ഒഴിവാക്കുകയും എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൻ്റെ FCRA ഒഴിവാക്കുകയും അതിനൊരു കാരണം പറയാതിരിക്കുകയും പിന്നീട് അതിനെ തട്ടിയെടുക്കുകയും വാസ്തവത്തിൽ തട്ടിയെടുക്കുകയും ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം. അങ്ങനെ ഒരു കാര്യം ഇതുവരെയും സംഭവിച്ചിട്ടില്ല. അപ്പോൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഭീതി വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാൻ. മോദിജി ആണെങ്കിലും ശരി, റിജിജു ആണെങ്കിലും ശരി. പക്ഷെ വാസ്തവത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ അത് വന്നിരിക്കുന്നത് ശരിയായ സോഴ്സുകളിൽ കൂടെയാണെങ്കിൽ, അതിൻ്റെ രേഖകൾ നിങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനു വേണ്ടി അത് ഉപയോഗിച്ചു, അത് നിങ്ങളുടെ ആ ട്രസ്റ്റിൻ്റെയും സൊസൈറ്റിയുടെ ആക്ടിനകത്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ പെർമിഷൻ ലഭിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, ന്യായപരമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ, നിയമപരമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തനത്തെ ആർക്കും, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, NDA ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, നരേന്ദ്രമോദിജി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ ആ സ്ഥാപനത്തിന് ആർക്കും ഒരു കേടും വരുത്താൻ കഴിയില്ല. അപ്പം വെറുതെ ഉള്ള എന്താ പറയുക, നമ്മളെ കളിപ്പിക്കാനും വോട്ട് നേടാനും നമ്മളെ തമ്മിൽ തെറ്റിക്കാനും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ അടിയുണ്ടാക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ മനസ്സിലാക്കുക. ആ ശത്രുവിനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യലിസ്റ്റുകളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ വാക്ക് കേട്ടിട്ട് നമ്മളെ നാടിൻ്റെ കമ്മ്യൂണൽ ഹാർമണിയെ തകർക്കുന്ന രീതിയിൽ ഹിന്ദുക്കളാകട്ടെ, മുസ്ലിങ്ങളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ എല്ലാവർക്കും ഈ നിയമം ബാധകമാണല്ലോ. ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയ നിയമമാണോ അത്? ഈ കരം, ഈ FCRA എന്ന് പറയുന്നത് നമ്മളെ മാത്രമായിട്ട് പ്രത്യേകമായിട്ട് ബാധിക്കും. അതിന് കുറേ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് ഞാൻ കണ്ടു. എല്ലാം വിഡ്ഢിത്തം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് വന്നിരിക്കുന്ന പണം അതിൻ്റെ സോഴ്സ് നിങ്ങൾക്കറിയാം, സോഴ്സ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി നിങ്ങളുടെ സൊസൈറ്റി ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് FCRA കിട്ടിയത്.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, അതിൻ്റെ പള്ളി പണിയാനും അതിൻ്റെ ബിൽഡിംഗ് പണിയാനും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ, നിങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് ആരെങ്കിലും, നിങ്ങളുടെ FCRA ആരെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ സുപ്രീം കോടതിയിലേക്ക് പോകാമല്ലോ, ഹൈക്കോർട്ടിലേക്ക് പോകാമല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നിങ്ങൾ BJPൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ അടുത്തേക്ക് പോയാൽ മതി, അവർ തന്നെ ഇത് പരിഹരിച്ചു തരും. അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഭാരതത്തിൻ്റെ സർക്കാരിന് കൂടെ നമ്മൾ നിൽക്കുക. ഞാനും ഒരു ഒരു ചെറിയ ട്രസ്റ്റുണ്ട്, പക്ഷേ ഞാനൊരിക്കലും FCRAക്ക് അപ്ലൈ ചെയ്തില്ല. കാരണം എന്താ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫണ്ടില്ല. ഞങ്ങൾ സാധാരണ ഇവിടുത്തെ കേരളത്തിലെ ആളുകൾ, ഞങ്ങൾക്ക് ആരെങ്കിലും വ്യക്തിപരമായിട്ട് ആരെങ്കിലും എനിക്ക് പൈസ എന്തെങ്കിലും തന്നാൽ അത് ഡോളർ രൂപത്തിൽ തരികയാണെങ്കിൽ അതിൻ്റെ ടാക്സ് ഞാൻ വ്യക്തിപരമായിട്ട് അടയ്ക്കും. എന്നിട്ട് ആ പൈസ ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ട്രസ്റ്റിന് കൊടുക്കണമെന്ന് അവർ പറഞ്ഞ പൈസ ഞാൻ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ പേരിലാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കള്ളത്തരമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വരുന്ന പൈസ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളെ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല. വാക്കുകളിൽ ആരും പിടിച്ചിട്ട് നിങ്ങളെ പിടിച്ചിടാനും പോകുന്നില്ല. അതുകൊണ്ട് ആ ഒരു ഭയം സഭയുടെ ഉള്ളിൽ വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയണം. അപ്പോൾ ഈ നിയമം കൊണ്ടുവരിക്കുന്ന ഇതിനു വേണ്ടിയാണ്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കാതെ നമ്മൾ ഭാരതത്തിൻ്റെ ശത്രുക്കളായിരിക്കുന്ന ടെററിസ്റ്റിനോടും പാകിസ്ഥാനിനോടും ഒക്കെ ചേർന്ന് നിന്നിട്ട് ഭാരതത്തിൻ്റെ സർക്കാരിനെതിരെ സംസാരിക്കുമ്പോൾ ക്രിസ്തീയ സഭ മുഴുവൻ ഭാരതത്തിനെതിരെ സംസാരിക്കുന്നതായിട്ടാണ് പൊതുവേ ഉള്ള മാധ്യമങ്ങളും പുറമേ ഉള്ളവരും ചിന്തിക്കുന്നത് എന്ന് മാത്രമല്ല ഭാരതത്തിലെ മറ്റ് ഹിന്ദുക്കളും ചിന്തിക്കുന്നത്. അവർ വിചാരിക്കുക എന്താണ്, എല്ലാവർക്കും ഉള്ള നിയമമല്ലേ, എന്താ ഇവർക്ക് മാത്രം പ്രത്യേകത? 80% ഉണ്ട് അവർ. ആ ആളുകളെല്ലാവരും നമുക്കെതിരായി തീർന്നാൽ, നമ്മളെ ഓഡിയൻസ് അല്ലേ അവരോടല്ലേ നമ്മൾ സുവിശേഷം പറയുന്നത്, നമുക്കെതിരായി തീർന്നാൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുമോ? അവരോട് സാഹോദര്യം പുലർത്തുകയും അവരെ സ്നേഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, അവരെ കുറ്റം പറയല്ല ചെയ്യേണ്ടത്. എല്ലാവർക്കും ബാധകമായ നിയമം, നമുക്ക് ബാധകമായ നിയമം നമ്മൾ സ്വീകരിക്കുക. കർത്താവ് അതാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഓൾറെഡി ഈ നിയമം അംഗീകരിച്ച് കഴിഞ്ഞു. കൈസറിന് അടിമത്തത്തിലാണ് യഹൂദിയ അന്നിരിക്കുന്നത്. കൈസർക്ക് ഈ സാധനം നിങ്ങൾ കൊടുക്കാൻ ഏറ്റിരിക്കുന്നു. ഏത് സാധനമാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്? കൈസറിൻ്റെ ഇമേജ് പതിച്ചിരിക്കുന്ന പണം. ആ പണത്തിൻ്റെ അടിമയാണ് നിങ്ങൾ ഓൾറെഡി. അപ്പോൾ ഇത് നിങ്ങൾ കൊടുത്തോളൂ, കൈസർക്കുള്ളത് നിങ്ങൾ കൈസർക്ക് കൊടുത്തോളൂ. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഹൃദയം. അതാണ് കർത്താവിൻ്റെ ചോദ്യം. നിങ്ങൾ പറയുന്നു സദൂക്യർ ശരിയല്ല, നിങ്ങൾ പറയുന്നു അവർ കോംപ്രമൈസ് ചെയ്തിരിക്കുകയാണ് റോമക്കാരുമായിട്ട്. നിങ്ങൾ പറയുന്നു പൈസയ്ക്ക് വേണ്ടി ദ്രവ്യാഗ്രഹികളായിട്ടുള്ള ആളുകളാണ് ചുങ്കക്കാരായി തീരുകയും റോമക്കാരുമായിട്ട് ചേർന്നിട്ട് പള്ളിക്കെതിരെയും യഹൂദിയക്കെതിരെയും യഹൂദന്മാർക്കെതിരെയും പ്രവർത്തിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും നിങ്ങൾ കുറ്റം വിധിക്കുകയാണ്, ശിക്ഷ വിധിക്കുകയാണ്, കുറ്റം വിധിക്കുകയാണ്, പുറത്താക്കുകയാണ് നിങ്ങളെ പള്ളികളിൽ നിന്നും. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലകത്തൊന്ന് ചിന്തിച്ച് നോക്കിയേ, വാസ്തവത്തിൽ നിങ്ങളും ആ റൂമിൻ്റെ അടിമയല്ലേ? നിങ്ങൾക്കും ആ റൂമിന് കൊടുക്കാനുള്ള ടാക്സ് സേവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമല്ലേ? വാസ്തവത്തിൽ ഞാനൊക്കെ എന്താ ചെയ്യാമെന്നറിയോ? ഈ FCRA ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് വരുന്ന പണത്തിൻ്റെ ടാക്സ് കൊടുത്തിട്ട് ബാക്കിയുള്ള പണം കൊണ്ട് ഞാൻ സുവിശേഷ വേല ചെയ്യും. അതാ ശരിക്കും ചെയ്യേണ്ടത്. ഗോ ദി എക്സ്ട്രാ മൈൽ. ഞങ്ങൾക്ക് വരുന്ന ഫോറിൻ കറൻസിയുടെ ടാക്സ് കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് ഞങ്ങൾ സഭയുടെ കാര്യങ്ങൾ നടത്തും. നമുക്ക് എന്തിനാണോ നമ്മൾ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? അങ്ങനെ നമ്മളൊരു മാതൃക കാണിച്ചാണ്ടല്ലോ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും നമ്മളെപ്പോലെ കാണിക്കാനും പറ്റില്ല. എന്ന് മാത്രമല്ല, നമ്മളുടെ റെസ്പെക്റ്റ് ഈ നാട്ടിൽ വർദ്ധിക്കും. ആളുകൾ ഇങ്ങോട്ട് വരും വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആളാണ് ഞാൻ പറയാം. പക്ഷെ നമ്മൾ ഈ ദ്രവ്യത്തിന് വളരെയധികം ഇത് കാണിച്ചിട്ട് നമ്മളിവിടെ മൈനോറിറ്റിയാണ്, എന്നിട്ടും നമുക്ക് FCRA കിട്ടുന്നുണ്ടല്ലോ. ഗൾഫിൽ നമുക്ക് ആരെങ്കിലും FCRA തരുമോ? അമേരിക്ക തരുമോ? മൈനോറിറ്റിയാണ്, നമുക്ക് FCRA കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടാക്സ് ഇല്ലാത്ത പണം. അതാണ് FCRA എന്ന് പറഞ്ഞാൽ. ടാക്സ് അടച്ച പണമല്ലല്ലോ, ആണോ? വാസ്തവത്തിൽ നമ്മൾ ടാക്സ് അടക്കേണ്ടതല്ലേ? പക്ഷെ നമ്മൾ ടാക്സ് അടയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ FCRA അവർ തന്നിരിക്കുന്നത്. ഇത്രയും നല്ല ഒരു ഗവൺമെൻറ് നമ്മുടെ ഭാരതത്തിലുള്ള സ്ഥിതിക്ക് നമുക്ക് കിട്ടിയ FCRA നമ്മൾ സൂക്ഷിക്കുക, അതിനെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതിരിക്കുക, ഭാരതത്തിന് അനുകൂലമായ നടപടികൾ എടുക്കുക. എന്തെങ്കിലും ഒരു നമുക്കെതിരെ എലിഗേഷൻ വരികയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചാനലുകളുണ്ട്, ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരോട് BJPയെ പറ്റിയും മോദിജിയെ പറ്റിയും മോശം പറയുക, അതല്ല നമ്മൾ ചെയ്യേണ്ടത്.
ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇറാനും ഇസ്രായേലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് സംസാരിക്കാൻ ആളില്ല. അവിടെയാണ് മോദിജിയെ കാണുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മളെ രാജ്യത്തിനകത്ത് ഇരുന്ന് തന്നെ രാജ്യദ്രോഹം പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമുക്ക് FCRA കിട്ടുന്നുണ്ട്. നമ്മൾ മൈനോറിറ്റി ആയിട്ടും നമുക്ക് FCRA